നമസ്കാരം പ്രിയപ്പെട്ടവരെ. എനിക്ക് കുറച്ച് കമൻറ്റുകൾ വന്നിരുന്നേ. എന്നെ വിമർശിക്കുന്നതോ എതിർക്കുന്നതോ അങ്ങനെയൊന്നുമല്ല, പേഴ്സണലി ഉള്ള ചില കാര്യങ്ങൾ. അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യണം തോന്നി. അപ്പോൾ അതിനുള്ള ഉത്തരങ്ങളാണ് ഇന്ന്. ഇൻഫോർമേറ്റീവ് കാര്യങ്ങളൊന്നുമല്ല. എന്തൊക്കെയാണ് കമൻസ് എന്നറിയോ? ചന്ദനക്കുറി ഇടുന്നത് എന്തിനാ? ലോകാസമസ്ത സുഖിനോ ഭവന്തു പറയുന്നത് എന്തിനാ? ഈ സുരേഷ് എന്നുള്ള ചാനലിൻ്റെ പേര് മാറ്റിക്കൂടെ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഈ ചന്ദനക്കുറി കണ്ടിട്ട് ഈയിടെ ഒരു 5-6 പേരിട്ട കമൻ്റാണ്, ഒരു പ്രത്യേകതരം കാസ്റ്റിനെ അല്ലെങ്കിൽ ചില ജോലി ചെയ്യുന്നവരെ അതിൽപ്പെട്ട ആളാണോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എന്താ? അതല്ല, അങ്ങനെ അതിൽപ്പെട്ട ആളാണ് പറഞ്ഞിട്ട് ആ പേരെടുത്തിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഇത് ചന്ദനക്കുറി ഞാൻ ചെറുപ്പം മുതലേ കുളി കഴിഞ്ഞാൽ ഇടുന്നതാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫാമിലിയിലുള്ളവരും എൻ്റെ നാട്ടിലും ഈ ഹിന്ദുമത വിശ്വാസത്തിലുള്ള ആൾക്കാരൊക്കെ കുറി ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയല്ലേ, ഈ ചന്ദനക്കുറി ഇടുന്നതുകൊണ്ട് എന്താ പ്രശ്നം? മാത്രമല്ല, എൻ്റെ വീഡിയോയിലുള്ള വിഷയങ്ങൾ താല്പര്യമെങ്കിൽ കണ്ടപ്പോരെ. പിന്നെ ചന്ദനക്കുറിയെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ പിന്നിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മളിവിടെ ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലേ. ആധ്യാത്മിക പ്രഭാഷണമോ മതപ്രഭാഷണമോ രാഷ്ട്രീയമോ ഒന്നല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല. അടുത്തത്, വീഡിയോയുടെ അവസാനം ലോകാസമസ്ത സുഖിനോ ഭവന്തു, എന്താ ഇങ്ങനെ പറയുന്നത്? ഇതിൻ്റെ മുന്നിലുള്ള കാര്യങ്ങൾ നിനക്കറിയോ? അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മുന്നിൽ കുറച്ച് ശ്ലോകങ്ങളും കൂടെ ചേർത്തിട്ടാണ് ചില വിദ്വാൻമാർ കമൻ്റ് ഇടുന്നത്. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞത് ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ളതാണ്. ഇതിൻ്റെ അർത്ഥം ലോകത്തിലെ സമസ്ത ജീവജാലങ്ങളും സുഖമായിട്ടിരിക്കട്ടെ എന്നുള്ളതാണ്. ആ അർത്ഥം മാത്രം എടുത്താൽ മതി. പിന്നെ ഈ വരി എടുത്തിട്ടുള്ള ഉപനിഷത്തിലെ ഇതിന് മുന്നേ കൊടുത്തുള്ള ശ്ലോകങ്ങളൊക്കെ പറഞ്ഞു വരുന്നവരോട്, നിങ്ങൾക്ക് ആ ശ്ലോകം അറിയാലോ, പക്ഷെ അതിൻ്റെ അർത്ഥം അറിയില്ല. അതിൽ പറഞ്ഞിട്ടുള്ളത് ജാതിയല്ല, ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ശ്ലോകം മാത്രം എഴുതിയത് കൊണ്ടായില്ല, അർത്ഥം കൂടെ മനസ്സിലാക്കണ്ടേ മാഷേ? വീണ്ടും പറയുന്നു, ഞാനിവിടെ മതപ്രഭാഷണമല്ല ചെയ്യുന്നത്, ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആണ്. അടുത്തത്, എൻ്റെ ചാനലിൻ്റെ പേര് സുരേഷ് എന്നുള്ളത് മാറ്റണത്രേ ചിലർക്കെങ്കിലും. ഞാൻ 2015 ഫേസ്ബുക്കിൽ ഈ ഒരു പേജ് തുടങ്ങുന്നത്. അന്ന് എൻ്റെ പേരിനോട് ചേർന്നിട്ടുള്ള ഒരു മീനിങ് ആയിട്ടുള്ള ഒരു പേര് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് സുരേഷ് ബാബു എന്നുള്ള ഞാൻ സുരേഷം എന്നുള്ള പേരിൽ ചാനൽ തുടങ്ങിയത്. സുരേഷ് എന്നുള്ളത് മന്ത്രങ്ങളിലൊക്കെ ഉള്ളതാണ്. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേഷം. ഇതിൻ്റെ അർത്ഥം സുരന്മാരുടെ ഈശൻ, ദേവന്മാരുടെ ഈശ്വരൻ, അത് ദേവേന്ദ്രൻ, മഹാവിഷ്ണു എന്നൊക്കെ പറയാം. പക്ഷെ അതും ഇതും കൊണ്ട് എന്താണ്? എല്ലാ പേരിനും എന്തെങ്കിലും ഒരു മീനിങ് ഉണ്ടാവില്ലേ, അല്ലേ? പിന്നെ എന്താ നിങ്ങളുടെ പ്രശ്നം? വാട്ട് ബ്രോ, വൈ ബ്രോ? എൻ്റെ വീഡിയോയിൽ ഒരു ഗിമ്മിക്സും ഞാൻ കാണിക്കാറില്ല. തുടക്കത്തിൽ തന്നെ ഹെഡിങ് എഴുതാറുണ്ട്, എന്താണ് ആ വീഡിയോയുടെ വിഷയം എന്നുള്ളത്. പിന്നെ ചിലരൊക്കെ ചെയ്യുന്നത് പോലെ കമൻറ്റിൽ നോക്കൂ, അവിടെ നോക്കൂ, ഇവിടെ നോക്കൂ ഒന്നും പറയാറില്ല. മാത്രവുമല്ല, ഒരാളോടും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും ഞാൻ പറയാറില്ല. എന്നിട്ടും ഇത്രയധികം ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്കെല്ലാം പ്രത്യേകം താങ്ക്സ്. പക്ഷേ ഈ ചൊറിച്ചിൽ നിർത്താൻ എന്താ ചെയ്യുക? എനിവേ, അവർക്കുള്ള ഉത്തരങ്ങളാണ് ഈ പറഞ്ഞത്. എൻ്റെ ചാനലിൻ്റെ ഹെഡിങ്ങിൽ വിഷയം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ കാണുക, അല്ലെങ്കിൽ കാണാതിരിക്കുക. അല്ലാതെ പേഴ്സണലി ചൊറിയല്ലേ. എന്നാൽ ശരി, ലോകാസമസ്ത സുഖിനോ ഭവന്തു.